ഹലോ സുഹൃത്തുക്കളെ, സാഫിർ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ എങ്ങനെ ബസ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായി നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. അതിൽ എൻ്റെ KSRTC എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. സെർച്ച് ബട്ടൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലൂടെയും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതാണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലൂടെ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാനായി നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു OTP വരും. ആ OTPയും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മറ്റു ഡീറ്റെയിൽസുകൾ കൊടുക്കാൻ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ നെയിം, ഏജ്, ഇമെയിൽ ID, മെയിലാണ് ഫീമെയിലാണ് എന്നൊക്കെ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ നമുക്ക് നമ്മൾ എവിടെ നിന്നാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നത് ട്രാവലിംഗ് ടു എന്നുള്ള സ്ഥലത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാം. അങ്ങനെ ഡേറ്റ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബസ്സുകളുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അതിൽ AC ബസ്സുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ്, സ്വിഫ്റ്റ് തുടങ്ങിയ ഒരുപാട് ബസ്സുകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ സോൾഡ് ഔട്ട് എന്നുള്ളത് സീറ്റ് ഇല്ലാത്തതാണ്, ഫുള്ള് ബുക്ക്ഡ് ആയതാണ്. ബാക്കിയുള്ളതൊക്കെ സോൾഡ് ഔട്ട് എന്ന സ്ഥലത്ത് പ്രൈസ് കാണിക്കുന്ന ബസ്സുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിലൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി സെലക്ട് സീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അവിടെ ഫീമെയിലിൻ്റേതായിട്ടുള്ള സീറ്റ് ഉണ്ടാകും. അതിന് റോസ് നിറമായിരിക്കും. അത് ഫീമെയിലാണെങ്കിൽ അവർക്ക് അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ എവിടെ നിന്നാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എൻ്റർ പാസഞ്ചർ ഡീറ്റെയിൽസ്, അങ്ങനെ പാസഞ്ചർ ഡീറ്റെയിൽസ് നൽകാം. നെയിം, അതുപോലെ ഏജ്, അതുപോലെ ഫീമെയിലാണോ അത് കൊടുക്കാം. മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഇത് ബസ്സിൻ്റെ സമയമായാൽ നമ്മുടെ വാട്സപ്പിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കൊക്കെ മെസ്സേജ് വരും. അതിനുവേണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് സെലക്ട് പേയ്മെൻറ്റ് കൊടുക്കാം. സെലക്ട് പേയ്മെൻറ്റ് കൊടുത്ത് UPI വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫോൺപേ, ഗൂഗിൾ പേ ഒക്കെ അവൈലബിൾ ആണ്. അതിലൂടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ സീറ്റ് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് എൻ്റെ KSRTC എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ സീറ്റ് ബുക്ക്ഡ് ആയിരുന്നത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക.